ഇസ്ലാം അബ്രഹാമിന്റെ സന്തതി പരമ്പരയാണെന്ന് അവർ അവകാശപ്പെടുന്നു. ആ സന്തതി പരമ്പര ഇന്ന് നിലവിലുണ്ടോ? അബ്രഹാമിന്റെ മകനായ ഇസ്മായേലിന്റെ സന്തതി പരമ്പര ഇന്ന് ഈ ഭൂമിയിലുണ്ടോ? ഇന്ന് ഈ കാണുന്ന ഇസ്ലാം മത വിശ്വാസികൾ അവരുടെ സന്തതി പരമ്പരയാണോ? അല്ലെങ്കിൽ എന്താണ് കാരണം? ആണെങ്കിൽ എന്താണ് കാരണം? അതിന്റെ ഒരു ഉത്ഭവം, ഉറവിടം, അവരുടെ ഒരു ആരംഭം, ഈ വിഷയത്തെക്കുറിച്ച് പാസ്റ്റർ ഷിബു പീഡിയക്കൽ എന്താണ് പറയാനുള്ളത്? ഈ അബ്രഹാമിക് റിലീജിയൻസ് എന്ന് പൊതുവെ ലോകം അംഗീകരിക്കുന്നത് 3 മതങ്ങളാണ്: യഹൂദ മതം, ക്രിസ്തു മതം, ഇസ്ലാം മതം. ഈ 3 മതങ്ങളെ 3 ഏബ്രഹാമിക് റിലീജിയൻസ് എന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ളതാണ്. ലോകത്തെ പണ്ഡിത ലോകം, ആധ്യാത്മിക ലോകം, രാഷ്ട്രീയ ലോകം എല്ലാം ഒരുപോലെ അംഗീകരിക്കുന്നതാണ് 3 ഏബ്രഹാമിക് റിലീജിയൻ. പിന്നെ അതിനകത്തുള്ള ഒബ്ജെക്ഷൻസ് എന്ന് പറയുന്നത് ഫ്രിഞ്ച് എലമെന്റ്സ് ആണ്. ചെറിയ ചെറിയ ആളുകൾക്ക് പല ഒബ്ജെക്ഷൻസും ഉണ്ട്, അങ്ങനെയല്ല എന്നൊക്കെ പറയും. പക്ഷേ യാഥാർത്ഥ്യം അബ്രഹാമിൻ്റെ 3 മതവിഭാഗങ്ങളായിട്ടാണ്. തങ്ങൾ മാത്രമേ അബ്രഹാമിന് മക്കളായിട്ടുള്ളൂ, പിൻഗാമികളായിട്ടുള്ളൂ എന്നൊരു കൂട്ടര് വാദിച്ചാൽ അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തം തന്നെ അസാധുവാകുകയാണ്. കാരണം അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തം തന്നെ നീ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന്. അപ്പൊ അബ്രഹാമിന്റെ സന്തതികളായിട്ട് ഈ ബഹുജാതികൾ ഇല്ലെങ്കിൽ ആ വാഗ്ദത്തം എങ്ങനെ ശരിയാകുന്നത്? അബ്രഹാമിന്റെ സന്തതികൾ ബഹുജാതികളാണെന്ന് ബൈബിളിൽ തന്നെ ഇല്ലേ? ഇവർ ബൈബിളിനെ നിഷേധിക്കുന്നതാണ് അങ്ങനെയല്ല എന്ന് പറയുന്നത്. പിന്നെ ഇസ്മായേലിന്റെ സന്തതി പരമ്പരകളാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും വിശ്വസനീയമായ തെളിവുകൾ വെച്ച് ഈ ഇസ്മായേലിന്റെ വംശപരമ്പരയൊക്കെ ഒരു BC 500 നാമാവശേഷമായി അല്ലെങ്കിൽ അന്യം നിന്നുപോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് മുഹമ്മദ് നബി വരുന്നതൊക്കെ AD 500 ശേഷമാണ്. അപ്പൊ ചുരുങ്ങിയത് മുഹമ്മദ് ജനിക്കുന്നതിന് 1000 വർഷം മുമ്പ് ഇസ്മായിലിന്റെ വംശപരമ്പര അന്യം നിന്നു എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. പക്ഷേ അവര് ഖുറാനും ഇസ്ലാം മതവും ഒക്കെ സംവിധാനം ചെയ്തപ്പോൾ ആ ഇസ്മായിലിൻ്റെതായ ഒരു വംശപരമ്പര കൂടെ വന്നാൽ അത് കൂടുതൽ കളർഫുൾ ആവും, അല്ലെങ്കിൽ ഇറ്റ് ലുക്സ് മോർ ഓതന്റിക് എന്നുള്ള ഇതുകൊണ്ട് അവർ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇബിൻ ഇഷാഖ് ആണ് മുഹമ്മദ് നബിയുടെ ഫാമിലി ട്രീ ഒക്കെ എഴുതുന്നത്. ഇബിൻ ഇഷാഖ് അത് എഴുതുന്നത് AD 600 ഒക്കെ ആകുമ്പോഴാണ്. അതായത് ഇസ്മായിലിന്റെ വംശം ഭൂമിയിൽ അന്യം നിന്ന് ഒരു 1000 വർഷത്തിന് ശേഷം എഴുതിയ ഒരു ജീവചരിത്രം അല്ലെങ്കിൽ വംശാവലി ചരിത്രമാണ് ആലംബമായിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റും, ആധാരമാക്കാൻ പറ്റും എന്നുള്ളത് സംശയാസ്പദമാണ്.